ആദ്യമേ പറഞ്ഞു BJP അത്ര പോരെന്ന്. വോട്ടെടുപ്പിൽ അത് തെളിഞ്ഞു. ഇപ്പോൾ ദാ RSSനും ആ ബോധ്യം വന്നിരിക്കുന്നു. BJPക്ക് എന്തോ കുഴപ്പമുണ്ട്. RSS സർസംഘ് ചാലക് മോഹൻ ഭഗവതിന് പിന്നാലെ BJPയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് RSS മുഖപത്രമായ ഓർഗനൈസർ. പ്രധാനമന്ത്രിയുടെ പ്രഭാവത്തെയും മറ്റു ചില ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തെയും മാത്രം ആശ്രയിച്ച് തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതിയത് പാളി. നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടി. പക്ഷെ താഴെത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദം കേട്ടില്ല. പാർട്ടിക്കായി സ്വയം സമർപ്പിച്ച മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് പുതുതലമുറയിലെ സെൽഫി കേന്ദ്രീകൃത ആക്ടിവിസ്റ്റുകളെ ഉയർത്തിക്കാട്ടിയതും വൻ തിരിച്ചടിയായി. മുതിർന്ന RSS നേതാവ് രത്തൻ ശാരദ എഴുതിയ ലേഖനവും ഹേമാംഗി സിൻഹ, സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് എഴുതിയ ലേഖനവുമാണ് BJPയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നത്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ ധാർഷ്ട്യം കാട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാന്യത കാട്ടിയില്ലെന്നും കഴിഞ്ഞ ദിവസം RSS സർസംഘ് ചാലക് മോഹൻ ഭഗവതും പറഞ്ഞിരുന്നു. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, RSS നേതാവ് രാം മാധവ് തുടങ്ങിയവരും പാർട്ടിയെ വിമർശിച്ചിരുന്നു. അമിത ആത്മവിശ്വാസത്തിൽ നിന്ന് BJP പ്രവർത്തകർക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം സ്വയം പരിശോധിക്കാനുള്ള ഒരു അവസരമാണ്. പ്രധാനമന്ത്രിയുടെ 400 സീറ്റ് ലക്ഷ്യം BJPയുടെ ലക്ഷ്യമാണ്. അത് പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാനായിരുന്നു എന്നത് പ്രവർത്തകർ തിരിച്ചറിഞ്ഞില്ല. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളിലൂടെയാണ് ലക്ഷ്യം നേടാനാകുക. നേതാക്കളും പ്രവർത്തകരും അവരവരുടെ ചെറു ലോകത്തടച്ചിരുന്ന് പ്രധാനമന്ത്രിയുടെ പ്രഭാവം സൃഷ്ടിച്ച അലയൊലികൾ ആസ്വദിക്കുകയായിരുന്നു. BJP MPമാരെയും MLAമാരെയും നേരിൽ കാണാനുള്ള ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ബുദ്ധിമുട്ട് വലിയൊരു പ്രശ്നമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വൻതോതിൽ നേതാക്കളെ അടർത്തിയെടുത്തതും തെറ്റായി പോയെന്ന് മറ്റൊരു ലേഖനത്തിലും പറയുന്നു. അയോധ്യയിലെ തോൽവി വൻ തിരിച്ചടിയാണെന്നും അതിന് കാരണം രാമക്ഷേത്ര നിർമ്മാണത്തിനായി ജീവിതം സമർപ്പിച്ച, കടുത്ത ത്യാഗം സഹിച്ച സാധാരണക്കാരെ ക്ഷണിക്കാതെ സെലിബ്രിറ്റികളെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചത് വിനയായെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു.